ഇവിടെ മുഹബത്തേ ഉള്ളൂ. ആ, മുഹബത്ത് കാ സർബത്താണ് നമ്മുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു നമ്മുടെ വെറൈറ്റി സംഭവം. ഇത് സർവ്വ ഗുലാബി നമ്മുടെ ഇവിടുത്തെ ഒരു പഴയകാലം നാരങ്ങ മുട്ടായി നമ്മൾ കഴിക്കുമല്ലോ പണ്ട് കാലം. പിന്നെ എൻ്റെ ഒരു ഫാഷനായത്, ഞാൻ ഇതിന് ലാഭമൊന്നും നോക്കുന്നില്ല. കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ ആണ് എൻ്റെ സാറ്റിസ്ഫാക്ഷൻ. അവർ കുടിച്ച് അവർ ഇറങ്ങി പോകുമ്പോൾ അവരുടെ ഫേസിൽ നിന്നുള്ള പുഞ്ചിരി. ഈ അവൽ മിൽക്കിലാണ് നമ്മളെ ജിഷാം ഓഫർ വന്നിരിക്കുന്നത് അല്ലേ? ഇതിന് തന്നെയല്ലേ എല്ലാ ഓഫറാണ് എല്ലാത്തിനും. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ല പൈസയെ കൊടുക്കണ്ട. ഈവൻ സോഡ ലൈം വരെ എല്ലാത്തിനും ഉണ്ട് ഓഫർ. അപ്പോൾ ഈ അവൽ മിൽക്ക് നോക്കട്ടെ. നല്ല അടിപൊളി അവൽ മിൽക്ക്. ഹായ്, നമസ്കാരം. ഷൈജു ആണ്. ഞാനിപ്പോൾ നിങ്ങൾ ചങ്ങനാശ്ശേരിയിലാണ്. അപ്പോൾ ചങ്ങനാശ്ശേരിയിൽ വ്യത്യസ്ത തരത്തിലുള്ള ജ്യൂസുകൾ ലഭിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അത് പ്രത്യേകിച്ച് മുഹബത്ത് കാ സർബത്ത് എന്ന് പറയുന്ന സാധനം. ആ വ്യത്യസ്ത തരത്തിലുള്ള ജ്യൂസുകളൊക്കെ ഒന്ന് കുടിക്കുക. അതോടൊപ്പം തന്നെ ഈ ജ്യൂസ് ഉണ്ടാക്കുന്നതൊക്കെ ഒരു പാഷനായിട്ട് കാണുന്ന ചെറുപ്പക്കാരനാണ്. അപ്പോൾ ചങ്ങനാശ്ശേരി വാഴൂർ റോഡിലാണ്, മടുക്കുംമൂടിന് സമീപമുള്ള എമിലിയ ബ്യൂട്ടി ഹബിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മുടെ ഈ കുഞ്ഞു കട. അപ്പോൾ ഈ കുഞ്ഞു കട ജ്യൂസ് വേവ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ്. ഇവിടാണോ നിറയെ മുഹബത്ത് കിട്ടുന്നത്? ഇവിടെ മുഹബത്തേ ഉള്ളൂ. ആ, മുഹബത്ത് കാ സർബത്താണ് നമ്മുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു നമ്മുടെ വെറൈറ്റി സംഭവം. അപ്പോൾ ഇത് എത്ര നാളെ നമ്മൾ തുടങ്ങിയിട്ട്? ഞാനിവിടെ ടോട്ടലി 2 വർഷമായി തുടങ്ങിയിട്ട്. ഇപ്പം നമ്മൾ നിലവിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ചങ്ങനാശ്ശേരി മടക്കുമൂട് എമിലിയ ബ്യൂട്ടി ഹബ് അതിൻ്റെ ഓപ്പോസിറ്റാണ്. ഇപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് വന്നാൽ നമുക്ക് മുഹബത്ത് കാ സർബത്ത് കിട്ടും. നിറയെ വെറൈറ്റിയാണ്. 16 കൊല്ലമായിട്ട് ഈ ഒരു ഫീൽഡിലുണ്ട്. ഞാൻ ഈ ഫീൽഡിലുണ്ട്. അതിൽ ഒരു 15 കൊല്ലമായിട്ടാണ് ഞാൻ എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്തത്. ഇപ്പോൾ എൻ്റെ ഒരു ബിസിനസ് സംരംഭം ഞാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 2 വർഷം ആവുന്നുള്ളൂ. പിന്നെ എൻ്റെ ഒരു ഫാഷനായത്, ഞാൻ ഇതിൽ ലാഭമൊന്നും നോക്കുന്നില്ല. കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ ആണ് എൻ്റെ സാറ്റിസ്ഫാക്ഷൻ. അവർ കുടിച്ച് അവർ ഇറങ്ങി പോകുമ്പോൾ അവരുടെ ഫേസിൽ നിന്നുള്ള പുഞ്ചിരി അതാണ്. അവരെന്ത് പറയുന്നു, ഒരു സോഡ നാരങ്ങ വെള്ളം കുടിച്ചാലും അതിൽ തൃപ്തരാണ്. അങ്ങനെ ആയിരിക്കണം. അതാണ്. പേര് ജിഷാം. സാധാരണ നമ്മൾ ആദ്യം ചോദിക്കുന്ന പേരാ. ഇത്തവണ നമ്മൾ ആദ്യം ചോദിച്ചത് മുഹബത്ത് കാ സർബത്തായി. ഇതാണ് നമ്മുടെ മുഹബത്ത് കാ സർബത്ത് അല്ലേ? അത് തന്നെ. ഒരുപാട് ബോർഡുണ്ടല്ലോ ഇവിടെ. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. കുറേ സാധനം ഉണ്ടല്ലോ ഇവിടെ. ഇതെന്തുവാ? ഇത് കണ്ണപ്പം മുതലാളി, ദാസപ്പൻ മുതലാളി. ഇതൊരു നമുക്കൊരു ചോക്ലേറ്റിന്റെ ഒരു വെറൈറ്റിയാണ്. ചോക്ലേറ്റ് ഒക്കെ മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു വെറൈറ്റി. എൻ്റെ ജ്യൂസിന്റെ പാഷൻ പോലെ തന്നെ ഞാൻ കൊണ്ടു നടക്കുന്ന ഒരു ഫീൽഡാണ് ഫിലിം ഫീൽഡ്. അവർ 2 പേരാണ്. അപ്പോൾ 2 പേർക്ക് 2 കോംബോ മതി. സുരേഷ് ഗോപിക്കും ലാലും. ഇതിൻ്റെ കോംബോ വരുന്നത് ഒന്ന് ചോക്ലേറ്റ് മിക്സ് ആണ്, മറ്റൊന്ന് നമ്മുടെ സീക്രട്ടാണ്. അത് നമ്മൾ പറയത്തില്ല. അതേപോലെ തന്നെയാണ് നമ്മുടെ ദാസനും വിജയനും നാടോടിക്കാറ്റ്. അതും കോംബോയാ. ഇത് നമ്മുടെ പുതിയൊരു ജനറേഷൻ ഫീൽഡ്. അപ്പോൾ അതും ഒരു വെറൈറ്റിയാണ് വരുന്നത്. ഇത് സർവ്വ ഗുലാബി നമ്മുടെ ഇവിടുത്തെ ഒരു ഏറ്റവും ഫസ്റ്റ് ടൈമിൽ നമ്മൾ തുടങ്ങിയ സമയത്ത് ഒരു വെറൈറ്റിയാണ്. എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു വെറൈറ്റി. ത്രിമൂർത്തി എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു വെറൈറ്റിയാണ്. അതിൽ 2 മിക്സ് ചെയ്ത് വരുന്നതാണ് ത്രിമൂർത്തി എന്ന് പറയുന്നത്. ഇത് നമ്മുടെ രാജുവേട്ടൻ്റെ പടം ജിത്തു ജോസഫ് ചെയ്ത. അപ്പം എനിക്ക് ഓർമ്മ വന്നപ്പോഴത്തേക്ക് നമ്മുടെ പഴയകാലം നാരങ്ങ മുട്ടായി നമ്മൾ കഴിക്കുമല്ലോ പണ്ട് കാലം. അപ്പം ആ ഒരു ക്യൂരിയോസിറ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി നമ്മുടെ കയ്യിലുണ്ട്. അതെന്താന്ന് ഞാൻ ഇപ്പം പറയുന്നില്ല. ഇത് പൊട്ടിത്തെറിക്കും. ഇത് കണ്ണൂരൈറ്റാ. ഇത് പഞ്ചാബിൽ പോയാലും ചങ്ങനാശ്ശേരി വന്നാലും കുടിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാ.
പഞ്ചാബിൽ കിട്ടത്തില്ല. ഇല്ല ഇല്ല, ചങ്ങനാശ്ശേരി മാത്രം. അത് തന്നെ. ഇത് ബോംബെയിൽ പോകണ്ട, ബോംബെ പോകണ്ട, ഇവിടെ കുടിക്കാം. അപ്പോൾ അങ്ങനെ കുറേ ഐറ്റം ഉണ്ടല്ലേ, ഇവിടെ എല്ലാം ഉണ്ട്. കുറേ ഹോർലിക്സ്, ചോക്ലേറ്റ് മിൽക്ക്, പീനട്ട് മിൽക്ക് കുറേ ഉണ്ട്, സോഡ ലൈം ഉണ്ട്, മിൽക്കി സർബത്ത് ഉണ്ട്, കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ട്. അവിൽ മിൽക്ക്, യെസ് അവിൽ മിൽക്ക് എങ്ങനെയാ, അടിപൊളി പരിപാടിയാണോ? പിന്നെ അടിപൊളിയാണ്. നമ്മളെ ഒറിജിനൽ അവിൽ മിൽക്ക് ആണോ? ഒറിജിനൽ അവിൽ മിൽക്ക് തന്നെ ആണോ? ഒറിജിനൽ അവിൽ മിൽക്ക്. അടിപൊളി. ഇതാണ്ട. അപ്പോൾ ഇനി അവിൽ മിൽക്ക് കഴിക്കാൻ നമ്മൾ വേറെ എവിടെയും പോകണ്ടല്ലേ? പോകണ്ട, അതിനുള്ളതാണ് ഈ പഴമൊക്കെ. യെസ്. അപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന മൊഹബത്ത് കാ സർബത്ത്. ഇതാണ് അതിനുള്ള സംഭവമാണിത്. യെസ്. മൊഹബത്ത് കാ സർബത്ത്. യെസ്. ഇപ്പോൾ ഇതാണ് മൊഹബത്ത് കാ സർബത്ത്. ഇതാണോ? മൊഹബത്ത് കാ സർബത്ത്. യെസ്. അടിപൊളി. എന്താ പരിപാടി? ഇതിനെ ഒന്ന് ജസ്റ്റ് നമ്മൾ ഷെയ്ക്ക് ചെയ്തെടുക്കുന്നു. മിക്സി ഇല്ലാന്ന് ഓർത്തോളുക. യെസ്. ഇപ്പോൾ എല്ലാവരും അൺലിമിറ്റഡ് തണ്ണിമത്തൻ വെറൈറ്റി എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ അതിലും മറിച്ച് നമ്മളൊരു വെറൈറ്റി നോക്കിയെന്ന നമുക്കത് പാലൊക്കെ ഒഴിച്ച് അപ്പം നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലൊന്ന് സെറ്റ് ചെയ്താൽ അങ്ങനെ ഇരിക്കും എന്നുള്ള സെറ്റപ്പ്. അങ്ങനെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഇതിനകത്ത് വേറെ കാര്യമുണ്ട്. ഈ മൊഹബത്ത് കാ സർബത്താണെന്ന് പറഞ്ഞാലും ഇതിനകത്ത് എൻ്റെ ഒരു സീക്രട്ട് വെറൈറ്റി ഉണ്ട്. അത് വേറെ ഉണ്ട്. ഡെയിലി ഇത് കുടിക്കാൻ വരുന്നവർ തന്നെയാണ് ഒത്തിരി പേര്. എങ്ങനെയുണ്ട് ഈ മൊഹബത്ത്? കൊള്ളാം. ഇത് ഒരു ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്തിട്ട് വന്നതാണ്. ടേസ്റ്റ് ഉണ്ട് അല്ലേ? അടിപൊളി. ഞാൻ ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് വന്നത് ഇത് കുടിക്കാൻ വേണ്ടിയാണ്. സർവ ഗുലാബി എന്നാണ് പേര് തരുന്നത്. ഞാൻ കാര്യം ചോദിക്കട്ടെ? കറണ്ട് ഇല്ലല്ലോ. കറണ്ട് ഇല്ല. ഞാൻ നോക്കിയിട്ട് കറണ്ട് കാണുന്നില്ല. ഇല്ല. നിങ്ങൾ ഇത്രയും സംഭവം ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? അതൊരു സംഭവം തന്നെയാ. കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് എൻ്റെ ഒരു പാഷനാണ്. അപ്പം അതിന് ഞാൻ അങ്ങ് മുമ്പോട്ട് കൊണ്ടുപോവാ. അപ്പോൾ അതേപോലെ തന്നെ എനിക്ക് വരുന്ന കസ്റ്റമേഴ്സ് അവർ ഞാൻ എന്ത് കൊടുക്കുന്ന അതിൽ അവർ തൃപ്തരാണ്. ആ ഒരു വെറൈറ്റി. കറണ്ട് ഇല്ലാതെ ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടല്ലേ? എന്നാ ബുദ്ധിമുട്ട്. സോഡ നാരങ്ങയുള്ള സ്പെഷ്യൽ നമുക്കൊരു 10 വെറൈറ്റീസ് ഉണ്ട്. നമ്മുടെ കട മുമ്പ് ഉണ്ടായിരുന്നത് തൊട്ടടുത്ത് എസ്റ്റേറ്റ് പടിയിലായിരുന്നു. എസ്റ്റേറ്റ് പടി ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ടിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ അഭിപ്രായം മാനിച്ച് നമ്മൾ തൊട്ടടുത്ത് മടക്കുമോട് എമിലിയ ബ്യൂട്ടി ഹബിൻ്റെ ഓപ്പോസിറ്റ് ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന അവിൽ മിൽക്ക് നമ്മുടെ കടയുടെ ഏറ്റവും വലിയ സ്പെഷ്യൽ സാധനം. കുടിച്ച് കഴിഞ്ഞിട്ട് പൈസ തന്നാൽ മതി. ഇഷ്ടപ്പെട്ടാൽ മാത്രം. ഇഷ്ടപ്പെട്ട പൈസ തന്നാൽ മതി. ഇഷ്ടപ്പെട്ടില്ലേ പൈസ വേണ്ട. ഇതിന് മാത്രമാണ് എല്ലാത്തിനും ആ ഒരു ഓഫർ. അപ്പോൾ ഈ അവൽ മിൽക്കിന്റെ പ്രൈസ് എത്രയാ? 60 രൂപ. ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടല്ലേ? യെസ്, ഇത്രയും ക്വാണ്ടിറ്റി. കൂടാതെ അതിനകത്ത് എന്തൊക്കെ സംഭവം ചേർത്തുള്ള ഇപ്പം നമ്മൾ കണ്ടതാണ്. യെസ്. ഈ അവൽ മിൽക്കിലാണ് നമ്മളെ ജിഷ ഓഫർ വന്നിരിക്കുന്നത് അല്ലേ? ഇതിന് തന്നെയല്ലേ എല്ലാ ഓഫറാണ് എല്ലാത്തിനും. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ല പൈസയെ കൊടുക്കണ്ട. വേണ്ട. ഈവൻ സോഡ ലൈം വരെ എല്ലാത്തിനും ഉണ്ട് ഓഫർ. അപ്പോൾ ഇതാണ് നമ്മുടെ മൊഹബത്ത് കാ സർബത്ത്. നമ്മൾ കുറേ ദിവസങ്ങളായി ഇങ്ങനെ കേൾക്കുന്നതാണ്. അപ്പോൾ ഇതൊന്ന് കുടിക്കണമെന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരുപാട് വെറൈറ്റീസ് കണ്ടില്ലേ? അവൽ മിൽക്ക് അടക്കം പിന്നെ കുറേ സിനിമാ പേരുകൾ വെച്ചിട്ടുള്ള അടിപൊളി സംഭവങ്ങളൊക്കെയാണ്. അപ്പം ഇതെല്ലാം ഒന്ന് കാണണമെന്നും ഇതൊന്ന് കുടിക്കണമെന്നും ഒക്കെ വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പിന്നെ അവൽ മിൽക്കും ഉണ്ട്, അതും ടേസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇത് തണ്ണിമത്ത സ്പെഷ്യലാണ് നമ്മുടെ മൊഹബത്ത് കാ സർബത്ത്. നോക്കാം അല്ലേ? സംഭവം വെറൈറ്റിയാണ്.
നമ്മൾ ഈ സാധാ തണ്ണിമത്തം കഴിക്കുന്നതിന് വ്യത്യസ്തമായിട്ട് ഇതിനകത്ത് കുറേ ഐറ്റംസ് ഒക്കെ വരുന്നുണ്ട്. അപ്പം സംഭവം അടിപൊളിയാണ്. കൊള്ളാം. ഇത് കൂടാതെ നമുക്ക് അവിൽ മിൽക്ക് ഉണ്ട്. എനിക്കാണ് ഒരുപാട് ഇഷ്ടപ്പെട്ട സാധനമാണ് ഈ അവിൽ മിൽക്ക്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ചങ്ങനാശ്ശേരി തന്നെ അത് കിട്ടുന്നുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ചങ്ങനാശ്ശേരി വാഴൂർ റോഡിലാണ് മടുക്കുംമൂട് എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ആ സ്ഥലത്ത് അതാണ്ട് നമ്മളെ എമിലിയ ബ്യൂട്ടി ഹബിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മുടെ ഈ പറഞ്ഞ ജിഷാമിൻ്റെ ഈ കുഞ്ഞുകട. കറണ്ടൊന്നുമില്ല, മിക്സി ഒന്നുമില്ല. അപ്പോൾ ഈ അവൽ മിൽക്ക് ഒന്ന് നോക്കട്ടെ. അപ്പോൾ നല്ല അടിപൊളി അവൽ മിൽക്ക്. നല്ല കപ്പലണ്ടിയൊക്കെ ഉണ്ട്, അടിപൊളിയാണ്. കൊള്ളാം, സൂപ്പറാണ്. അപ്പോൾ ഇതൊരു യാത്ര ചെയ്യുന്നവർ ജിഷാമിൻ്റെ അടുത്ത് വരിക, ഇത് കഴിക്കുക. പിന്നെ ജിഷാമിൻ്റെ ഒരു ഓഫറുണ്ട്. ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ പൈസയെ കൊടുക്കണ്ട. എല്ലാവരും അത് സപ്പോർട്ട് ചെയ്യുക. ചെറുപ്പക്കാരനാണ്, പ്രത്യേകിച്ച് ഇതിനെയൊക്കെ ഒരു പാഷനായിട്ട് കാണുന്ന ഒരാളാണ്. ലാഭമല്ല പ്രതീക്ഷിക്കുന്നത്. ഒരു കുഞ്ഞു കടയാണ്. ഈ കടയെ നമുക്ക് വലിയൊരു കടയാക്കി മാറ്റാൻ വേണ്ടിയിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.